Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വിഷുവാണ്. കൊറോണയുടെ പരിമിതിയിൽ നിന്നും വിഷു ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ ആശംസകൾ. ഇന്ന് വിഷുവായിട്ട് നമുക്കൊരു മധുരം കഴിച്ചാലോ? ഞാൻ കൂടുതലായിട്ടും ഇതിൽ കാണിച്ചിട്ടുള്ളത് ക്രീം കേക്ക് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ടീ കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ഒരു ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ഒരു 1/4 കപ്പ് ഷുഗർ അതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ അനക്കാണ്ട് വെച്ചാൽ മതി ഷുഗർ ഇട്ടിട്ട്. ആ ഷുഗർ താനെ തന്നെ അവിടുന്ന് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് നമ്മുടെ കേക്ക് മിക്സിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ അതാണ് ഇത് ആദ്യം ചെയ്തു വെക്കുന്നത്. ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ കാണിച്ചിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മളെ ഷുഗറൊക്കെ അലിഞ്ഞ് നല്ല ബ്രൗൺ കളർ നിറമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊഴിക്കുമ്പോൾ കയ്യിലേറ്റ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് അലിയിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് നമ്മളെ കേക്കിലേക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ കിട്ടാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനി ചൂടാറാൻ വെക്കാം. അപ്പോൾ അത് അവിടെ കിടന്ന് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലൊരു സംഭവം ചേർക്കാനായിട്ട് ഞാൻ മറന്നു കേട്ടോ. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ സിന്നമൺ പൗഡർ, അതും കൂടെ ഒന്ന് അരിക്കുമ്പോൾ ചേർക്കണം. അപ്പോൾ ഈ 3 സംഭവം കൂടി ഒന്ന് അരിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അതവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മുഴുവനും എടുക്കണമെന്നില്ല, കാരണം നമ്മൾ കാരമലൈസ് ചെയ്തുകൊണ്ട് ചേർക്കുമ്പോൾ കുറച്ച് മധുരമാവും. അപ്പോൾ ഒരു 3/4 കപ്പൊക്കെ പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി. അത് നന്നായിട്ട് അതിലലിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനിലയും നമ്മളെ പട്ട പൊടിച്ചതൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഇനി ഇതിലേക്ക് നമ്മൾ എഗ് ബീറ്റർ ഒന്ന് സ്ലോയിലാക്കിയിട്ട് ഒരു 1/4 കപ്പ് ഓയിൽ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ് ബീറ്റർ നല്ല സ്ലോ ആക്കി വെക്കണം. ഇതും കൂടി ചേർത്താൽ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഈ എഗ്ഗ് മിക്സിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കാം. കുറേശ്ശെയായിട്ട് നമ്മൾ അത് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നമ്മളിവിടെ മൈദ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈത്തപ്പഴം ക്യാരറ്റ് കേക്കാണല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് കേക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ, നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ താഴോട്ട് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മൈദ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതവിടെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾക്കിത് നമ്മളെ എഗ് മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി പതുക്കെ ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ നമ്മളൊരു ഷുഗർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഷുഗർ കാരമലൈസ് ചെയ്തത് ഇപ്പോൾ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഈ ടൈമിൽ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ക്യാരറ്റ്, ഈത്തപ്പഴം, അതുപോലെ തന്നെ കാരമലൈസ് ചെയ്ത ഷുഗർ അങ്ങോട്ട് ചേർത്തുകൊണ്ട്
ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാരറ്റും ഈത്തപ്പഴം അതുപോലെ നമ്മൾ ഷുഗറിൻ്റെ സിറപ്പും കൂടി കഴിയുന്നത് വരെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാരമലൈസും ചെയ്തതും കൂടെ ഒഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു സ്ക്വയർ ടിന്നിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. നമുക്ക് കട്ട് ചെയ്യാൻ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമല്ലോ. എന്നാൽ അപ്പോൾ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിത് നിങ്ങൾ ഓവനിലാണെങ്കിൽ ഒരു 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാം. സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു 35 ഒരു 40-45 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ചൂടാറിന് മുന്നേ എടുത്തിട്ട് ബട്ടർ പേപ്പർ മാറ്റാനും കട്ട് ചെയ്യാനും നിൽക്കരുത്. അപ്പോൾ നമ്മൾ കേക്ക് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം തന്നെ കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. നമുക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ കൊടുക്കാനായിട്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ഈത്തപ്പഴം ക്യാരറ്റും ഒക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഈ കേക്കിന്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാകട്ടെ ഈ വിഷു എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.